తెలుగు 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 దేశం బాగుంది, చాలా బాగుంది. సూపర్ సూపర్ సూపర్. കുഴപ്പമില്ലായിരുന്നു. రామ్ చరణ్ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. सिनेमा सुपर, രാം ചരൺ बढ़िया है, 2 बार देख सकता है मूवी. నైస్, సూపర్, ఎంజాయ్. മൂവി సూపర్ సూపర్ సూపర్. മൂവി നൈസ്. പോരാ ബ്രോ, ഇന്ത്യൻ ടൂവിനൊക്കെ കുറച്ച് കൊള്ളാം, അത്ര തന്നെ. രാം ചരൺ എങ്ങനെയുണ്ട്? രാം ചരൺ കൊള്ളാം, പക്ഷേ ശങ്കറിൻ്റെ പഴയ പരിപാടി തന്നെ, മുതൽവൻ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശിവാജിയൊക്കെ തോന്നും, വലിയ ഗുണമില്ല. തിരിച്ചു വരവൊന്നുമില്ല, ഇനി പോക്ക. നോട്ട് നൈസ്, ലൈക്ക് ഡിസാസ്റ്റർ. കുഴപ്പമില്ല കുഴപ്പമില്ല. രാം ചരൺ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പെർഫോമൻസ്. It's nice. ശങ്കർ Bandi band. It was good. രാം ചരൺ Ram Charan's action was कैम से सर ची परा परा. അച്ഛാ, പടം ഒരു കൊമേഴ്സ്യൽ ഒരു ആസ്പെക്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന് കാണാം. ക്ലൈമാക്സ് കുറച്ച് കയ്യിൽ നിന്ന് പോയി. അവിടെ ക്ലൈമാക്സ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുക. ക്ലൈമാക്സ് ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ സിനിമ വേറെ ഒരു ഇതിലേക്ക് പോകാമായിരുന്നു. അതാണ് സിനിമയ്ക്ക് പെട്ടെന്നിങ്ങനെ പറയാനുള്ളത്. പെട്ടെന്ന് കുറച്ച് വാക്കുകളിൽ പറയാനുണ്ടെങ്കിൽ അതാണുള്ളത്. ഒരു ടിപ്പിക്കൽ തെലുഗു സിനിമയുടെ ഒരു ടെംപ്ലേറ്റ് പിടിച്ചാണ് സിനിമ പോകുന്നത്. സിനിമ തുടങ്ങുന്നതും അതെല്ലാം ഒരു ടിപ്പിക്കൽ നമ്മൾ സാധാ ഒരു തെലുഗു സിനിമ കാണുന്ന പോലെ. അതിനുശേഷം ഒരു ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ചിട്ട് ഒരു കുറച്ച് ട്വിസ്റ്റ് എന്നല്ല, ആ ഒരു കഥയിലൊരു വേറൊരു ടേൺ വരുന്നുണ്ട്. അപ്പം അതിനുശേഷം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. കാരണം നമ്മളിതിപ്പം കൊമേഴ്സ്യൽ സിനിമകൾ അറിയാമല്ലോ, നമുക്ക് വേറെ യൂണിവേഴ്സിലാണ് നടക്കുന്നത്, ലോജിക്ക് നോക്കരുത്, ഇങ്ങനെയൊക്കെ നോക്കാതെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊരു ശങ്കർ സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. ഒരു സംവിധായകൻ്റെ ഒരു ഡൗൺഫോൾ എന്ന് നമുക്ക് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇന്ത്യൻ 2 എന്നൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് വീണ്ടും എനിക്കത് സങ്കടമുണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം തീർച്ചയായിട്ടും ശങ്കർ സംഭവമല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും വർക്കായിട്ടില്ല ഈ സിനിമയിൽ. നമ്മൾ സിനിമ കാണുന്ന ഒരു ശങ്കർ എന്തായാലും ഇന്ത്യൻ 2-നേക്കാളും മികച്ച കൊള്ളാം, കണ്ടിരിക്കാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഒരു സിനിമയെക്കുറിച്ച്. അദ്ദേഹം പഴയ സോഷ്യൽ കോസ്, അതായത് അഴിമതി എന്നുള്ളൊരു ഈ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് അടിച്ച് കൊണ്ടുവരുന്നത്. ഇനി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഞാൻ വേറൊരു തലത്തിൽ നിന്ന് നോക്കി കാണാൻ, ഇത് നമ്മളിപ്പം വിമർശിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കാം. പക്ഷേ ഇതിൻ്റെ വേറൊരു തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി എന്നുള്ളൊരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യക്കാർ. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം അഴിമതി ഉണ്ടാവും, കാരണം അത് നമ്മുടെ ഒരു ബ്ലഡിൽ അത് ഇഞ്ചക്റ്റഡായി ഇതായി കഴിഞ്ഞു. അപ്പോൾ അഴിമതി അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു ക്ലീശയായിപ്പോയി. ഇതെല്ലാം തെറ്റാണെന്ന് നമുക്കറിയാം. പിന്നെ ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതെല്ലാം നമ്മളിവിടെ നടക്കുന്നതിനാണ്. ഇപ്പോൾ തമാശയ്ക്കായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് 13 സെക്കൻഡ് ഒരു നോക്കിക്കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ അത് സത്യത്തിൽ നടന്നതാണ്. അവിടെ കേരളത്തിൽ തന്നെ നടന്ന അന്ന് ഒത്തിരി ട്രോൾസൊക്കെ വന്നതാണ്. അപ്പം അത് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു ചീഫ് ക്യാരക്ടറായിട്ട് വരുന്ന രാം ചരൺ, അദ്ദേഹം ഒരു ചീഫ് ഇലക്ഷൻ ഓഫീസറായിട്ട് വരുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പാർട്ടിക്കാർ നിങ്ങൾ കാശ് തരുന്നെങ്കിൽ നിങ്ങൾ കാശ് അക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഇന്ത്യയിൽ അത് പക്ഷേ ഇലക്ഷൻ ഓഫീസറല്ല, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഒരു തവണ ഡൽഹി ഇലക്ഷന് മുന്നായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്ത് റെഫറൻസ് ആയിട്ടുള്ള എടുത്തിട്ട് വരുന്നുണ്ട് കുറേ രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഴിമതി അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വോട്ട് റിഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും മരിച്ച ആൾക്കാർ പോലും വന്ന് വോട്ടിടുന്നത് ഇവിടെ വാർത്തയായിട്ടുണ്ട് ഇല്ലേ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ശങ്കറിൻ്റെ മനസ്സിൽ ഇതെല്ലാം കിടപ്പുണ്ട്. പുള്ളിക്കാരന് പണ്ട് പല സിനിമകളിലൂടെ ഇപ്പം മാറ്റം വരണമെന്ന് അദ്ദേഹത്തിന് ഒരു സൊസൈറ്റിയിൽ ഒരു മാറ്റം വരണമെന്ന് പുള്ളിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അത് വീണ്ടും അദ്ദേഹം കൊണ്ടുവരികയാണ്. കാരണം നമ്മൾ മുതൽവനിലൂടെ കണ്ടു, ശിവാജിയിലൂടെ കണ്ടു. ശിവാജിയിൽ വേറൊരു തലത്തിൽ ഇതാണ്, മുതൽവൻ്റെ വേറൊരു തലത്തിൽ എടുക്കാനാണ് പുള്ളി ശ്രമിച്ചത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളും ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. പക്ഷേ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര റെലവൻ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വോട്ട് റിഗ്ഗിങ് നടക്കുന്നുണ്ട് 100% നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ കേരളത്തിൽ എന്തുകൊണ്ട് മരിച്ച ആൾക്കാർ പോലും വന്ന് വോട്ടിടുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. ജാതി രാഷ്ട്രീയം ഇന്ത്യയിലില്ലേ 100% നടപ്പുണ്ട്. കേരളത്തിലടക്കം നമ്മളിപ്പം എത്രത്തോളം അഡ്വാൻസ്ഡായി നമ്മൾ എത്രത്തോളം പ്രബുദ്ധരായെന്ന് പറഞ്ഞാലും കേരളത്തിൽ നടക്കുന്നില്ലേ, ഉണ്ട്. കേരളത്തിലടക്കം നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതെല്ലാം പുള്ളി ഇതിനകത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കൊമേഴ്സ്യൽ എലിമെൻസിലൂടെ. പക്ഷേ അത് പറഞ്ഞു അത്
ക്ലീഷേ ആയിപ്പോയി. അപ്പോൾ നമുക്കിപ്പം കൂടുതലും ഇപ്പോൾ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഫാൻറ്റസി അല്ലെങ്കിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മളിതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഇന്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എന്നുള്ളൊരു അക്സെപ്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സിനിമകളെല്ലാം ഇഷ്ടപ്പെടാത്തത്. പിന്നെ വേറെ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ അത് ഒരിക്കലും ഒരു ശങ്കർ സിനിമയുടെ ഒരു ടിപ്പിക്കൽ ഒരു സാധാരണ ഒരു തെലുങ്ക് ഡയറക്ടർ, അതായത് ഒരു പാൻ ഇന്ത്യൻ ഡയറക്ടർ, അത് ഒരു സാധാരണ ഒരു ഡയറക്ടർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ആ ഒരു ക്വാളിറ്റി മാത്രമേ ഈ ഒരു സിനിമയ്ക്കുള്ളൂ. ഇതിൽ അങ്ങനത്തെ യാതൊരു വെറൈറ്റിയും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പിന്നെ പഴയ സിനിമകൾ അങ്ങനെ മുതൽവൻ, ശിവാജി, ഈ 2 സിനിമകളിലെ കുറച്ച് സീൻ പോലെ അതിൻ്റെ ഒരു റീക്രിയേഷൻ പോലെ ഒരു സീൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഐഡിയ മുതൽവൻ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിലുള്ള ആ ഒരു സിനിമയിലുള്ള ഒരു, അതായത് നമ്മൾ സൊസൈറ്റിയിൽ ഇരിക്കുന്ന കറപ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റാം, ഒരു പാർട്ടിക്ക് എന്ത് പുതിയ ചേഞ്ചസ് കൊണ്ടുവരാം. ഇപ്പം ഓരോ പാർട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും പുതിയൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു റെവല്യൂഷൻ ചെയ്യപ്പെടും. കാരണം ഇപ്പോൾ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഡൽഹിയിൽ അവർ വന്നപ്പോഴത്തേക്കും അവർ ഒറ്റ ഇലക്ഷനിൽ കൊണ്ട് തന്നെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. എന്നാൽ അവർക്ക് വീണ്ടും അടുത്ത 6 മാസം കൊണ്ട് അടുത്ത ഇലക്ഷനിൽ അവർ ഭൂരിപക്ഷം, അതായത് 60 സീറ്റിൽ 57 സീറ്റും ജയിക്കുന്ന ഒരു ഇതുണ്ടായി. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഓക്കെ ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ അവർ വന്നു, അവർ വീണ്ടും സ്പ്രെഡാകും. പക്ഷേ അവർക്ക് ജനങ്ങൾ വിചാരിച്ച പോലെ അവർക്കൊന്നും വളരാൻ ആ ഒരു പാർട്ടിക്ക് ഒരു എക്സ്പാൻഡ് ആവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പഞ്ചാബിൽ മാത്രമേ അവർക്ക് അതിനുശേഷം ഭരണം പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുപോലും വേറെ പല കാരണങ്ങളും കൊണ്ടാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുള്ളിയുടെ മനസ്സിലുണ്ട്. പുള്ളിക്ക് എന്തുകൊണ്ടോ ഇന്ത്യയിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു മാറ്റം വരണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നു. പക്ഷേ സിനിമയിൽ ഇതെല്ലാം ഒരു ക്ലീഷേ ഇതായിപ്പോയി. അതാണ് നടന്നത് എന്നാണ് എനിക്ക് പറയാം. ട്രെയിലർ ലോഞ്ച് ഇവൻറ്റ് ഞാൻ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം വിഷമം വന്നു ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവൻറ്റിൽ. അതിൽ ശങ്കറിൻ്റെ മോഹൻ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഫുള്ളി സ്ട്രെസ്ഡാണ്, ഫുള്ളി ടെൻഷനിലാണ്. പുള്ളി പറഞ്ഞു തന്നെ രാജമൗലിനെ പുള്ളി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സിനിമയുടെ പ്രൈഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോഴും ആൾക്കാരെല്ലാം പറഞ്ഞു, ഈവൻ തെലുഗുകാർ തന്നെ പറഞ്ഞു ബ്രദർ ഫർഗട്ട് ഹൂ വാസ് ഹി. കാരണം ഒരു എന്തിനാണെന്ന് സിനിമയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു അത് ടെക്നിക്കൽ ടോപ്പ് നോച്ച് അതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമയിൽ. ഇനി അദ്ദേഹത്തിൻ്റെ യുഗം അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരാതെ നമുക്കിപ്പം വേറൊരു സംവിധാനം നമുക്കറിയാം, രാം ഗോപാൽ വർമ്മ. ഒരു കാലത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു തലത്തിലാണ് എടുക്കുന്നത്. അദ്ദേഹം ബിഗ് ക്യാൻവാസിലോ അല്ലെങ്കിൽ എടുക്കില്ല, റോ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് ഇന്ത്യയുടെ സത്യ എന്ന സിനിമയിലൂടെ. പിന്നെ അതിനുശേഷം കമ്പനി നമുക്കെല്ലാവർക്കും അറിയാം, മോഹൻലാൽ അഭിനയിച്ച. അതിനുശേഷം പിന്നെ രക്തചരിത്രം എന്നൊക്കെ എന്നൊരു സിനിമയൊക്കെ അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. ഒരുപക്ഷെ അദ്ദേഹം ഒരു റിട്ടയർ ലൈഫ് ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കുമായിരിക്കാം. അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകണം. പുള്ളി ഇന്ത്യൻ 2 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായം ഇതായിരുന്നു. അദ്ദേഹം ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് അറ്റ്ലിയുടെ കൂടെ അറ്റ്ലി ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നിരുന്നതാണ്. അറ്റ്ലിയോ അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് അവരെ കൂടെ പോയി ഒന്ന് ഇത് ചെയ്ത് അല്ലെങ്കിൽ കുറേ കൂടെ ഒന്ന് സംസാരിച്ച് കുറേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന് അദ്ദേഹം തീർച്ചയായിട്ടും കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമുണ്ട്. യുഗം അവസാനിച്ചു നമുക്ക് എഴുത്തള്ളാൻ പറ്റില്ല. പക്ഷേ ഇനി ഇന്ത്യൻ 2 അതിനുശേഷം ഈ സിനിമയ്ക്കും വലിയൊരു, കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സാണ് കൊണ്ടുപോയി തുലച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സ് ഒന്ന് നന്നാക്കി എടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ സിനിമയ്ക്ക് ഒരു ഔട്ട്കം കിട്ടുമായിരുന്നു. അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാം. കാരണം അതുവരെയുള്ള ശങ്കറിൻ്റെ സിനിമകൾ, കാരണം ഐ മുതലാണ് അദ്ദേഹത്തിന് ചെറിയ രീതിയിലൊരു ഇത് വന്നിട്ടുള്ളത്. ഒരു മീൻസ് അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും, കാരണം അത് അങ്ങനെ വേണം അനുമാനിക്കും. ഒരുപക്ഷെ അവരുടെ ഒരു ബോണ്ട് അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു കെമിസ്ട്രി ഒരുപക്ഷെ അദ്ദേഹത്തിന് തീർച്ചയായും വീണ്ടും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്കൗട്ട് ആക്കാൻ പറ്റുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപക്ഷെ ഒരു യുണീക്കായിട്ടുള്ള ഒരു കഥ കൊണ്ടുവന്നിട്ട് ഇപ്പം നമുക്ക് മലയാള സിനിമകളെ തന്നെ എടുക്കാം. ഇപ്പം ചില സിനിമകളൊക്കെ ഭയങ്കര കോടികൾ ചിലവഴിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് ഒരു യുണീക്കായിട്ടുള്ള സ്റ്റോറി കൊണ്ടുവന്നിട്ട് ആൾക്കാരെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കൊണ്ടുവരണം. കാരണം അഴിമതിയിൽ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞില്ല ക്ലീഷേ, ഇതെല്ലാം തെറ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മുടെയൊക്കെ രക്തത്തിൽ കലർന്നു പോയി, അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഞാനൊരു 80s കിഡാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീഷയായി. ഇപ്പോൾ ജെന്റിൽമാൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നും എനിക്ക് മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയിലെ പാട്ടുകളും പഴയ സിനിമകളൊക്കെ ഇന്നും കാണുമ്പോഴത്തേക്കും ഒരു കിക്ക് ഇതിനകത്ത് എന്തായാലും കിട്ടുന്നില്ല. അദ്ദേഹം ഒരു അറ്റ്ലീസ്റ്റ് ഇപ്പം മുതൽവൻ കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം ഒരു ബോയ്സ് എന്ന സിനിമയായിട്ട് വന്നത്. അല്ലെങ്കിൽ അത്രയും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്.
വരാൻ അത് ഈ വിഷമമുണ്ട് അല്ലാതെ തന്നെ. കാരണം ഇതിൽ കൂടുതൽ നമ്മളിപ്പം ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് ഇപ്പം ഞാനും ആരും അല്ലായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു താങ്കളോട് തന്നെ ഇതിനു മുമ്പ് ഇന്ത്യൻ 2 താങ്കളുടെ തന്നെ ഒരു എൻ്റെ അഭിപ്രായം പറഞ്ഞത് താങ്കളുടെ കിടപ്പുണ്ടാവും, യൂട്യൂബിൽ കിടപ്പുണ്ടാവും. അന്ന് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ അത്രത്തോളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടിപ്പം ഒരു മനുഷ്യനാണെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇമോഷണൽ ആയിപ്പോയി. കാരണം എന്തുകൊണ്ടോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ചെയ്തൊക്കെ പുള്ളിയുടെ ഒരു മോശം വർക്കൊക്കെയാണിത്. ഇനിയൊരു വ്യത്യസ്ത എന്തെങ്കിലും പിടിച്ച് പുള്ളി തിരിച്ച് വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് അദ്ദേഹം സൈമിൾട്ടേനിയസ്ലി 2 സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം രാംചരണിൻ്റെ ഈ ഒരു സിനിമ അവർ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നു. 2000-ന് ശേഷം തന്നെ ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ മുതൽ വർക്ക് തുടങ്ങി. അതിൻ്റെ ഇടയിൽ അദ്ദേഹം കൊണ്ടുപോയി ഇന്ത്യൻ 2 ചെയ്യാൻ പോയി. ഇന്ത്യൻ 2-ൽ പിന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. പിന്നെ അത് നിർത്തിവെച്ചു, ഷൂട്ടിംഗ് നിർത്തിവെച്ചു. പിന്നെ ഇവിടെ വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഷട്ടിൽ കളിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആ പുള്ളിക്ക് അതങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോൾ രാജമൗലിയാണെങ്കിൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഡിവോട്ട് ചെയ്യും. ഇനി അടുത്ത അദ്ദേഹം ചെയ്യാൻ പോകുന്നത് 2027 സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴേ പുള്ളിക്കാരൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പുള്ളി ആനിമെ പഠിക്കാൻ ജപ്പാനിൽ പോയി. ഞാൻ പേഴ്സണലി ഞാനൊരു രാജമൗലി ആരാധകനല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമൊന്നുമല്ല, RRR ഇൻക്ലൂഡിങ് RRR. പക്ഷേ അദ്ദേഹം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ രാജമൗലിയുടെ സിനിമ ഒന്നുകൊണ്ടാണ്, അല്ലാതെ രാം ചരണിൻ്റെ സിനിമ ആയതുകൊണ്ടോ അല്ലെങ്കിൽ NTR ജൂനിയറിൻ്റെ സിനിമ ആയതുകൊണ്ടോ അല്ല RRRന് പേര് കിട്ടുന്നത്. രാജമൗലി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പ് അടിക്കുന്ന പോലെ ആ ഒരു സ്റ്റാമ്പ് അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. അത്രയും അദ്ദേഹം ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഷൂട്ടിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. മഹേഷ് ബാബു എന്ന നടൻ അദ്ദേഹത്തിന് 50 വയസ്സാവാൻ പോകുന്നു. അപ്പം ആ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് 50 വയസ്സ് ക്രോസ് ആകും. കാരണം അദ്ദേഹം പുള്ളീനെ പറ്റി പറയുന്നത് മഹേഷ് ബാബു എത്ര വലിയ സ്റ്റാറാണെങ്കിൽ ഇതുവരെ ഒരു 300 crore സിനിമ ഇതുവരെ വന്നിട്ടില്ല പുള്ളിയുടെ. അങ്ങനെ ഒരു നായകനെ വെച്ചിട്ട് പാൻ ഇന്ത്യൻ 1000 കോടി മുടക്കാൻ അദ്ദേഹം അദ്ദേഹം അത്രത്തോളം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ശങ്കർ ഇങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു. പുള്ളി എന്തിനാണെന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓരോരോ രംഗങ്ങളും പുള്ളി അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഓരോ സംവിധായകൻ്റെ ഇങ്ങനെ വരയ്ക്കുമല്ലോ അതിൻ്റെ ഓരോ സീൻ ബൈ സീനായിട്ട്. പുള്ളിക്കാരൻ അത് എന്തിനാണ് സിനിമയ്ക്ക് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന സീൻ. ഇപ്പോൾ രജനീകാന്ത് ഈ പാളത്തിലൂടെ ഇങ്ങനെ പോകുന്ന സീനാണെങ്കിൽ ഇങ്ങനെ അത്രത്തോളം പുള്ളി വിഷ്വലൈസ് ചെയ്ത് അതിനെക്കൊണ്ട് ചെയ്തിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് എടുത്താണ് ചെയ്തത്. അപ്പം പുള്ളി ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇന്ത്യൻ 2 ഇല്ലാതായി പോയി, ഗെയിം ചേഞ്ചറും ഇല്ലാതായി പോയി. രാം ചരൺ മീൻസ് നല്ലൊരു ബാങ്കബിൾ സ്റ്റാറാണ് രാം ചരൺ. അദ്ദേഹത്തിന് ഓൾറെഡി ഓൾ ഇന്ത്യ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. കേരളത്തിനിടയിൽ തന്നെ മലയാളികൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ പ്രസൻസ് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്. മീൻസ് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മുഖമാണ്. പക്ഷേ അത് കുറച്ചുകൂടെ കാരണം എനിക്ക് ക്ലൈമാക്സ് സീനുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് അഭിനയിക്കുമ്പോൾ രാം ചരണിന് തോന്നില്ലേ ഇതൊക്കെ ബ്ലണ്ടറാണെന്ന്, ഇതെങ്ങനെ എന്നുള്ളത്. കാരണം എനിക്ക് അതുപോലെ ക്ലൈമാക്സിൻ്റെ ഏകദേശം അതുവരെ ശരിയാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു ചീഫ് ഇലക്ഷൻ ഓഫീസർ ഇങ്ങനെ കാണിക്കുന്നു, ശരി, അത് കാണിച്ചോട്ടെ. പുള്ളിക്കാരൻ ഇതിനേക്കാളും അപ്പുറത്തെ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശേഷം, പക്ഷേ എന്നിട്ടും അത് ഔട്ടായി പോയി. ഞാനിപ്പം തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്. ഇവിടെ തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ സിനിമ കണ്ടത്. തെലുങ്ക് ഓഡിയൻസും പറഞ്ഞത് ക്ലൈമാക്സ് കയ്യിൽ നിന്ന് പോയി എന്നാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചു അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി. ക്ലൈമാക്സ് കുറച്ച് ഓവറായി പോയി എന്നാണ് അവരും പറയുന്നത്. എന്തോ ഇനിയിപ്പം പുള്ളി ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓവറോളായിട്ട് സിനിമയെക്കുറിച്ച്. ഇപ്പം ഇങ്ങനെ ഒത്തിരി ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്കറിയില്ലേ ചില ഡയറക്ടേഴ്സിന് നമ്മൾ പറയില്ല ഒരു കാലത്ത് എങ്ങനെ അവർ ചെയ്തായിരുന്നു. കാരണം അവരുടെ കോംബോ. എനിക്ക് വേറൊരു എടുത്ത് പറയേണ്ടത് നമ്മുടെ ജയറാം. കഴിഞ്ഞ സംക്രാന്തിക്ക് ജനുവരി 11 ഓസ്ലർ എന്ന സിനിമ ഇതേ തിയേറ്ററിൽ ഞാൻ കണ്ടുവന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു അദ്ദേഹം നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനുവരി 11 അതിന് തൊട്ട് പിറ്റേ ദിവസം ജനുവരി 12 ഗുണ്ടൂർക്കാരം തെലുങ്ക് സിനിമ ഇതേ തിയേറ്ററിൽ ഞാൻ കണ്ടു. അതിലും ജയറാം ഓക്കെ. അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാം മഹേഷ് ബാബുമായിട്ടുള്ള ഒരു കോംബോ സീൻസ് കുഴപ്പമില്ല. മഹേഷ് ബാബുവിൻ്റെ അച്ഛൻ ക്യാരക്ടറായിട്ട് വന്നിട്ട് അദ്ദേഹം നല്ല രീതിയിൽ കുറച്ച് സീനുകളുണ്ടെങ്കിലും നല്ല രീതിയിലുണ്ട്. ഈ സിനിമയിൽ അദ്ദേഹം ഒരു കൊമേഡിയൻ നമ്മൾ സാധാരണ ശങ്കറിൻ്റെ സിനിമയിൽ കാണുന്ന ആ ഒരു റോളിലേക്ക് ആ ഒരു നിലവാരത്തിലേക്കാണ് പുള്ളി പോയത്. പുള്ളിയുടെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹം മികച്ചതായിട്ട് തന്നെ പുള്ളി ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ടിപ്പിക്കലി നമ്മളൊരു കൊമേഡിയൻ ചെയ്യുന്ന റോളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. പൊതുവേ ഒരു ഇതുണ്ട് ശങ്കർ മലയാള നടന്മാരെ കൊണ്ടുപോയിട്ട് വെറുതെ മോശം ക്യാരക്ടേഴ്സ് കൊടുക്കുമെന്ന്. ഇത് അതുപോലത്തെ ജയറാമിന് എന്തിന് ഒബ്വിയസ്ലി നല്ലൊരു സിനിമ ഇത്രയും ബിഗ് സിനിമയാകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം പുള്ളിക്കാരന് കിട്ടും. പക്ഷേ പുള്ളിക്കാരൻ ചെയ്ത റോളൊന്നും ഒരിക്കലും മലയാളികൾ തന്നെ
തിരിച്ച് ഓസ്ലോയിലൂടെ തിരിച്ചു വരാകുമ്പോയിട്ട് പിന്നെ എവിടെയോ പോയി, പിന്നെ പുള്ളീനെ കാണാനില്ല. പുള്ളി ശരിക്കും ഭയങ്കര പുള്ളിയുടെ ആ ഒരു സ്റ്റേച്ചറിന് യോജിച്ചൊരു റോളല്ല ഈ സിനിമയിൽ പുള്ളി ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഞാൻ രാവിലെ മുതൽ സിനിമയെക്കുറിച്ചുള്ള നെഗറ്റീവ് റിവ്യൂസ് മാത്രമാണ് കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ എത്രയും വേസ്റ്റ് ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് സിനിമയുടെ തുടക്കം ഒരു ഗ്രാഫ് ഇങ്ങനെ പോയി, പിന്നെ നല്ലൊരു പോയി, പിന്നെ വീണ്ടും ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും താണുപോയി. ആ ക്ലൈമാക്സ് ഒന്നുകൂടെ ഒന്ന് വ്യത്യസ്തമാക്കി എടുത്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞ സിനിമ വിജയിക്കുമായിരുന്നു. കൊമേഴ്സ്യൽ എലിമെൻറ്റ് വെച്ചിട്ട് ഇത് വിജയിക്കുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഓവറോൾ പറയാനുള്ളത്.